ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ബോർഡ് എക്സാമിന് എത്തിയിരിക്കുവാണ്. ഇനി വെറും 2 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മൊമെന്റിലും പല മക്കളും പറയുന്ന ഒരു കാര്യമാണ്, സാർ ഞങ്ങൾ എത്ര തന്നെ പഠിച്ചാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഞങ്ങൾ ഇപ്പോഴും കോൺഫിഡൻ്റ് അല്ല. അതിന് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് ഓരോ സബ്ജക്റ്റിലും വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേണുകൾ തന്നെയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ ചോദ്യ പേപ്പറിൽ കാണാത്തൊരവസ്ഥയാണ് പല കുട്ടികളും ഫേസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് മാറ്റിയെടുക്കാൻ സാധിക്കുക? ഏതൊക്കെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നീറ്റ് ചെയ്ത് തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ലെവലിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതെങ്ങനെയാണ് ക്രാക്ക് ചെയ്യുക? ഇനി അങ്ങോട്ടുള്ള 2 അല്ലെങ്കിൽ 2.5 മാസക്കാലം ഏത് ലെവൽ ഓഫ് റിവിഷൻ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങളുടെ എല്ലാവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഇനി ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ കാര്യം വ്യക്തമാണ്. സ്ഥിരമായി വരുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ NCERT-യിലുള്ള കുറച്ച് എക്സാമ്പിൾ ആൻഡ് എക്സൈസ് ക്വസ്റ്റ്യൻസിൽ ഊന്നി മാത്രം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് 12th CBSE ബോർഡ് എക്സാമിന് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഞങ്ങൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ, അവസാനത്തെ ഒരു 5 വർഷത്തെ കംപ്ലീറ്റ് PYQs നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതേ ചോദ്യം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമെന്ന വലിയ ഹോപ്പും നിങ്ങൾക്ക് വേണ്ട. മറിച്ച് ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ട് മാറും. നിങ്ങൾക്ക് പുതിയ ചോദ്യങ്ങൾ കാണുമ്പോഴുള്ള പേടി നിങ്ങൾക്ക് നഷ്ടപ്പെടും. കോൺഫിഡൻ്റ് ആയിട്ട് ഇനി ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും അപ്രോച്ച് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയിലോട്ട് നിങ്ങൾ ഓരോരുത്തരും മാറും. അതിനുവേണ്ടി മാത്രമാണ് ഈ പറയുന്ന അവസാനത്തെ 5 വർഷത്തെ PYQs വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത്. അതിൽ നിന്നൊരു 20% ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഡെറിവേഷൻസ് ഉള്ളതിനാൽ തന്നെ ഡെറിവേഷൻസ് എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന 60ഓളം ഡെറിവേഷൻസിൽ നിന്ന് ഏതൊക്കെ ചോദിക്കുമെന്ന് കൃത്യമായി നമുക്ക് PYQs വെച്ച് മാത്രം പറയാൻ സാധിക്കില്ല. സോ എല്ലാ ഡെറിവേഷൻസും പഠിക്കണം. പക്ഷേ ഈ പറയുന്ന PYQs നിങ്ങൾ കോൺഫിഡൻ്റ് ആവുമ്പോൾ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. അടുത്തൊരു കാര്യം, ഈ കോൺഫിഡൻസ് മാത്രം കൊണ്ട് കാര്യമില്ല. കാരണം കോൺഫിഡൻസിന് മുകളിൽ നിൽക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട സമയമാണ്. അല്ലാതെ വീണ്ടും ഒന്നേന്ന് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. എങ്ങനെ ഒരു എഫക്റ്റീവായ റിവിഷൻ സ്ട്രാറ്റജി ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം? അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ചാപ്റ്ററൊക്കെ വിശദമായി പഠിക്കേണ്ട സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുകയാണ്. ഇനിയും ഓരോ ദിവസവും തള്ളി നീക്കും തോറും നമ്മുടെ മുന്നിൽ കാത്തിരിക്കാൻ ഇനി ദിവസങ്ങളൊന്നും തന്നെയില്ല. ഉടനെ തന്നെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ബോർഡ് എക്സാം എത്തും. റിവിഷൻ. ഈ റിവിഷനിൽ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? മക്കളെ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്, കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ മാസങ്ങളായി നിങ്ങൾ +2-ന്റെ സബ്ജക്റ്റുകളൊക്കെ ഫെമിലിയർ ആണ്. ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്കറിയാം, ഏകദേശം കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ആ കോൺസെപ്റ്റുകളൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഊട്ടി ഉറപ്പിക്കേണ്ട സമയമാണ് ഇനി അങ്ങോട്ടുള്ളത്. അതായത് സർഫേസ് ലെവലിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആഴത്തിൽ തന്നെ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സിമിലർ വേ അതിൽ നിന്നെല്ലാം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സൈസ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ഒരു 2.5 മാസക്കാലം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നിങ്ങളുടെ കോണ്ടന്റ് നോളേജ് കൂടും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ എന്നും പറയുന്ന കാര്യമാണ്, CBSE മക്കൾക്ക് ഒരിക്കലും ഈ ചോദ്യം പഠിച്ച് അതേപടി ചോദ്യ പേപ്പറിൽ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. മറിച്ച് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത് കോണ്ടന്റിനാണ്. നിങ്ങൾ ഒരു കോണ്ടന്റ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ക്യാപ്പബിൾ ആയിരിക്കണം. ആ രീതിയിൽ വേണം നമ്മുടെ പഠനത്തെ നിങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി. അല്ലാതെ കുറേ സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ച് ഇത് തന്നെ വരുമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഏതോ സിനിമയിൽ പറയുന്ന പോലെ അതിമോഹം മാത്രമായി അത് മാറും. ഒരിക്കലും ആ രീതിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഇനി മറ്റു ചില മക്കളുണ്ട്, സാർ ഇനിയുള്ള 2 മാസം ഞാൻ സ്വന്തമായി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സിലബസ് അല്ല, എനിക്ക് അത്തരത്തിൽ ഈ 2 മാസം കൊണ്ട് മികച്ച മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു കോൺഫിഡൻസ് പോലുമില്ല. കാരണം ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഒരു ചാപ്റ്റർ പോയിട്ട് 3-4 പേജ് പോലും പഠിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഉറപ്പായും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മക്കളെ, അത്തരം ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സൈലത്തിന്റെ എൻഡ് ഗെയിം എന്ന് പറയുന്നത്. എന്താണ്
എൻ ഗെയിമിനകത്ത് ഞങ്ങളെ കാത്തിരിക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു വെച്ചാൽ മുഴുവൻ ചാപ്റ്റേഴ്സിന്റെയും ഒന്നേന്ന് തുടങ്ങുന്ന റിവിഷൻ ലൈവുകളാണ് എൻ ഗെയിമിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക. ആ റിവിഷൻ ലൈവിനകത്ത് മുഴുവൻ കോണ്ടന്റുകളും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ എൻ ഗെയിം ക്ലാസ്സിനകത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ അത് മാത്രം മതി ഗംഭീരമായിട്ട് നമുക്ക് ഏറ്റവും മികച്ച മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കാൻ. സോ മക്കളെ, ഒട്ടും തന്നെ ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒന്ന് തയ്യാറെടുക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ സൈലത്തിന്റെ എൻ ഗെയിമിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, ഗംഭീരമായിട്ട് പഠിക്കാം. ഫിസിക്സിൽ ഏറ്റവും മികച്ച മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും സൈലത്തിൽ നിന്നുണ്ടായിരിക്കും. കട്ടയ്ക്ക് കൂടെയുണ്ട് മക്കളെ. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.